എന്ത് ദുരവസ്ഥയുണ്ടായാലും ഒരു മന്ത്രിയാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന. മറ്റെന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രി എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിലെ ടൂറിസത്തിന്, കേരളത്തിൽ എവിടെയൊക്കെയാണ് ഭാവിയിൽ ടൂറിസം വികസിക്കാൻ സാധ്യതയുള്ളത്, ലോക ടൂറിസം ഭൂപടത്തിൽ അല്ലെ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്തൊക്കെ റിസോഴ്സസ് ആണ് കേരളത്തിലുള്ളതെന്ന് എൻ്റെ ഒരു മാപ്പ് ആദ്യം ഉണ്ടാക്കുകയും ആ സ്ഥലങ്ങൾക്കെല്ലാം അടുത്തൊരു 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഉദാഹരണത്തിന് വയനാട്ടില് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ തടാകത്തിന്റെ പരിസരത്ത് റിസോർട്ടുകൾ വരികയാണെങ്കിൽ ആ റിസോർട്ടുകളിൽ വരുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം, അവിടെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് താമസിക്കാൻ എവിടെ സൗകര്യം ഉണ്ടാവണം, പൊതു ടോയ്ലറ്റുകൾ എവിടെ ഉണ്ടാവണം, ആളുകൾക്ക് എന്റർടൈൻമെന്റിനുള്ള ഫെസിലിറ്റികൾ എവിടെയൊക്കെ ഉണ്ടാവും, എവിടെയൊക്കെ ആയിരിക്കും റെസ്റ്റോറന്റുകളും കഫേകളും ഉണ്ടാവുക, എവിടെയായിരിക്കും നൈറ്റ് സ്ട്രീറ്റ് ഉണ്ടാവുക, നൈറ്റ് ഫുഡ് മുതൽ ഭക്ഷണം കഴിക്കാൻ വരെ രാത്രിയിൽ മനുഷ്യന് ആസ്വദിക്കാനും ആഘോഷിക്കാനും പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവാം, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതെ. അങ്ങനെ ലോക നിലവാരമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച 20 ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അവരെങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്നോ ആ മട്ടിൽ അടുത്ത ഒരു 50 വർഷം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. നിർഭാഗ്യവശാൽ നമുക്കൊരു സാധനത്തിനും മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. വരുന്നവർക്ക് തോന്നുന്നവരൊക്കെ ഓരോ പരിപാടി ചെയ്യുന്നു, തോന്നുന്നവരൊക്കെ അവരുടെ വേസ്റ്റ് എവിടെയോ കൊണ്ടുപോയി കളയുന്നു, എവിടെയോ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. വരുന്ന ടൂറിസ്റ്റുകൾക്ക് റിസോർട്ടിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഇറങ്ങിയാൽ ഒരു ടോയ്ലറ്റ് പോലും വേറെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, വഴിയോരത്ത് ടേക്ക് ബ്രേക്ക് ഒക്കെ പോലുള്ള ഫെസിലിറ്റികൾ വരുന്നുണ്ടെങ്കിലും ആസൂത്രിതമായി ഒരു നഗരം, ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് കേരളത്തിൽ ഒരു 25 ടൂറിസം ഹബ്ബുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 25 ഹബ്ബുകൾ ആസൂത്രിതമായിട്ട് നമുക്ക് ലോക നിലവാരത്തിൽ എങ്ങനെ വളർത്താം എന്നുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. സർക്കാർ കാശ് മുടക്കി ഒന്നും വേറെ ചെയ്യേണ്ടതില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, നല്ല റോഡ്, നല്ല റെയിൽവേ, നല്ല എയർപോർട്ടുകൾ, നല്ല സീപ്ലെയിനുകൾ, നല്ല ഇത്തരം ഫെസിലിറ്റികൾക്ക് പെർമിറ്റുകൾ കൊടുക്കുക. ബാക്കിയൊക്കെ ലോകത്തെ ഒരിടത്തും ടൂറിസം സംരംഭങ്ങൾ നടത്തുന്നത് സർക്കാരല്ല. ഒരു ഉദാഹരണം പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്ന് കേരള സർക്കാർ നടത്തുന്ന ഒരു പരിപാടി ഞാൻ മാതൃകാപരം എന്ന് വേണേൽ പറയാവുന്നത് ബേക്കൽ ടൂറിസമാണ്. ബേക്കലിൽ സർക്കാരിൻ്റെതായ സംരംഭങ്ങൾ അധികമില്ല. അവിടുത്തെ ആ സ്ഥലത്ത് ടാജ് ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവരത് ഗംഭീരമായിട്ട് ആ ക്യാമ്പസുകൾ ചെയ്തിരിക്കുകയാണ്. ബേക്കലിലേക്ക്, ആ ക്യാമ്പസുകളിലേക്കൊക്കെ നിങ്ങളോട് ഇത് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് കേരളത്തിൽ തന്നെയാണോ നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പബ്ലിക് ഇത്തരം ഫെസിലിറ്റികൾ കാണുന്നില്ല. കാരണം അതിനകത്തേക്ക് ഇടിച്ചു കയറി ആളുകളെ കയറ്റിവിടില്ല. ഒരു ചായ കുടിക്കാനുള്ള പൈസ എങ്കിലും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയാൽ ഇതിനകം കയറി കാണാം.